ഓപ്പൺ സൺറൂഫ്. ഇതിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ എല്ലാ വണ്ടികളും നിർബന്ധമാക്കുന്ന ഒരു സാധനമാണ് ഡാഷ് ക്യാം. ഒരു SUV ആഗ്രഹിച്ചു വരുന്നവർക്ക് പറ്റിയൊരു പ്രൈസിൽ എല്ലാ ഫീച്ചേഴ്സും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓറഞ്ച് സോൺ. നിങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ന്യൂ കാർ സീരീസിൻ്റെ പുതിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അതിൽ നമ്മളെ ഏറ്റവും പുതിയ ഹ്യുണ്ടായി എക്സ്റ്റർ എന്ന വണ്ടിയാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. സോ അതിൻ്റെ കസ്റ്റമർ എക്സ്പീരിയൻസ് ആൻഡ് നമ്മുടെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് അതിൻ്റെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. എക്സ്റ്ററിനെ ഹ്യുണ്ടായി അവതരിപ്പിച്ച് 2023 23 മൈക്രോ SUV ഗണത്തിൽ പെടുന്ന ഒരു വാഹനമായിട്ടാണ് അവതരിപ്പിച്ചത്. ആക്ച്വലി നമ്മുടെ ടാറ്റ പഞ്ച് വന്നതിന് ശേഷം ആ മൈക്രോ SUV ഗണത്തിലേക്ക് വേറൊരു എൻട്രി കൂടിയാണ് ഈ നമ്മുടെ ഹ്യുണ്ടായി നടത്തിയിരിക്കുന്നത്. ഇതിനെ തന്നെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മാരുതിയൊക്കെ ഇഗ്നിസിനെ പെട്ടെന്നൊരു SUV ആക്കി കൺവേർട്ടൊക്കെ ചെയ്തു. ഇപ്പം SUV-കളുടെ ഒരു ചാകരക്കാലമാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും ഇപ്പം ഇന്ത്യയിലെ ഏകദേശം വാഹന വിപണിയെ കമ്പയർ ചെയ്തുമ്പം ഒരു 27% മുകളിൽ തന്നെ SUV കാറ്റഗറി, അതിലും കോമ്പാക്ട് SUV, മിനി SUV, മൈക്രോ SUV എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗണത്തിൽ തന്നെ ഇങ്ങനെ ഓരോന്ന് മാറിക്കൊണ്ട് വരുന്നുണ്ട്. സോ ഇപ്പോൾ ഈ ഒരു വണ്ടീന് എന്താണ് നമ്മൾ ഇതിനെ കൂടുതലായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടാറ്റ പഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ കുറേ ഫീച്ചേഴ്സ് അധികമായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഹ്യുണ്ടായി പൊതുവേ അവരുടെ വണ്ടികളിലെല്ലാത്തിനും നല്ല ഫ്യൂച്ചർ ലോഡഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ചെറിയ വണ്ടികളാണെങ്കിൽ തന്നെ അവർ പുതിയ പുതിയ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്റ്ററിൻ്റെ ഔട്ടർ വ്യൂയിലേക്ക്, അതായത് അതിൻ്റെ സ്റ്റൈലിങ്ങിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് നോക്കാം. സോ ഇവിടെ ഫ്രണ്ടിൽ തന്നെയാണ് ഒരു H ഷേപ്പിലാണ് ഇതിൻ്റെ DRL വന്നേക്കണത്. നല്ല രസമുള്ളൊരു DRL ഫ്രണ്ടിൽ തന്നെ വന്നേക്കണത്. പിന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ഈ ഒരു ഏരിയ താഴെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അത് പ്രൊജക്ടറാണ്. പിന്നെ താഴത്ത് നമുക്ക് ഫോഗ് ലാമ്പ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ വന്നിട്ടില്ല. ഇതിലിപ്പം എവിടെ വെക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു ഗ്രില്ല് നല്ല രസമുണ്ട്. ഫുള്ള് പിയാനോ ബ്ലാക്കാണ് ഫിനിഷിങ് വന്നേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഒരു പുതിയ EV ടൈപ്പിലുള്ള ഗ്രില്ല് പോലെ തോന്നുന്നുണ്ട്. പിന്നെ എക്സ്റ്ററിൻ്റെ വലിയൊരു ബാഡ്ജിങ് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹ്യുണ്ടായിൻ്റെ വലിയൊരു ബാഡ്ജിങ് ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. ഇവിടെ ഒരു എയർ ഡാം ഒക്കെ ഉണ്ട്. പിന്നെ സ്കിഡ് പ്ലേറ്റും കൊള്ളാം. ഇതൊന്നും സെൻസേഴ്സ് അല്ല, ഇതൊക്കെ ഡെമോ ആണ്. എക്സ്റ്ററിൻ്റെ എൻജിൻ സൈഡ് നോക്കുമ്പോൾ ഒന്ന് ഒന്നിച്ച് നോക്കാം. 1.2 ലിറ്റർ ആണ് വന്നേക്കുന്നത്. നാച്ചുറൽ ആസ്പിറേറ്റഡ് ആണ്, ടർബോ അല്ല. ഇതിന് CNG വേർഷനും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അത് പണ്ടേ അവൈലബിൾ ആയിരുന്നു, പക്ഷെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വലിയ വിൻഷീൽഡാണ് കൊടുത്തേക്കുന്നത്. സാധാ വൈപ്പേഴ്സ് തന്നെയാണ്. വാഷർ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, പുറത്തേക്കൊന്നും കാണുന്നൊന്നുമില്ല. തന്നെ ഈ ഒരു ഏരിയ ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡാഷ് ക്യാം കൊടുത്തിട്ടുണ്ട്, അത് ഉള്ളിൽ കയറുമ്പോൾ പറയാം. തന്നെ സൈഡ് വ്യൂവിൽ പറയുമ്പോൾ, സൈഡ് വ്യൂവിൽ ഇവിടെ ഒരു വീലാർച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ SUV ആണെന്ന് തെളിയിക്കുന്ന ടൈപ്പിലുള്ള വീലാർച്ചാണ്. പിന്നെ ഡയമണ്ട് കട്ട് അലോയി ആണ്. 15 ഇഞ്ചാണ് അലോയിൻ്റെ സൈസ് വന്നേക്കുന്നത്. 175/60 ആണ് ടയർ സൈസ്. ഇവിടെ ഒരു ക്ലാഡിങ്ങും ഇവിടെയും ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു SUV ക്യാരക്ടർ കൊടുക്കുന്നതാണ്. മിററൊക്കെ പിയാനോ ബ്ലാക്ക് ആണ് കൊടുത്തേക്കുന്നത്. ഡ്യുവൽ ടോണിന് മാത്രമാണ് പിയാനോ ബ്ലാക്ക്. ഇത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. XX ഓപ്ഷണൽ കണക്ട് എന്നുള്ള വേരിയന്റ് ആണ്. ബ്ലൂ ലിങ്ക് വരുന്നതുകൊണ്ടാണ് കണക്ട് ഫീച്ചർ വന്നേക്കുന്നത്. ദെൻ ബോഡി കളറാണ് ഹാൻഡിൽസ് ഒക്കെ വന്നേക്കുന്നത്. ഇവിടെ റിക്കോ സെൻസർ ഉണ്ട്. ഇവിടെ കീ ഇടാനുള്ള ഹോൾഡറും ഉണ്ട്. ദെൻ ഈ ബി പില്ലറൊക്കെ ഇവിടെയൊക്കെ പെയിന്റഡ് ആണ്, ഫുള്ളി ബ്ലാക്ക് ആണ്. ഈ ഒരു ഏരിയ മൊത്തം ബ്ലാക്ക് ആണ്. ദെൻ ഇവിടെ ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് ഫംഗ്ഷനിലല്ല എന്നാണ് തോന്നുന്നത്. ഇത് ഫംഗ്ഷനിലല്ല. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുന്നതാണ്. ഇവിടെയും വീലാർച്ച്, വലിയ വീലാർച്ച് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഏരിയ നമ്മുടെ ഫ്രണ്ടിൽ കണ്ട ഗ്രില്ലിൻ്റെ അതേ ഒരു ടൈപ്പിലുള്ള പാറ്റേൺ ആണ് ഈ ബാക്കിൽ സി പില്ലറിൻ്റെ അവിടെ വന്നേക്കുന്നത്. എക്സ്റ്ററിൻ്റെ ബാക്കിനെ പറ്റി പറയുമ്പോൾ, ഇതേപോലെ തന്നെ നമ്മുടെ ഷാർപ്പിൻ ആൻറ്റിനയാണ് വന്നേക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറാണ്, അതും പിയാനോ ബ്ലാക്ക് ആണ് വന്നേക്കുന്നത്. പിന്നെ ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഒക്കെ ഈ സൈഡിലുണ്ട്. റിയറിൽ ഇതേപോലെ തന്നെ വൈപ്പറും ഉണ്ട്. വാഷർ ഈ ഒരു ഏരിയയിലാണ് വന്നേക്കുന്നത്. ഒരു മഞ്ഞ കളർ സാധനം കാണാം. പിന്നെ ഇലക്ട്രിക് ലൈൻസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ദെൻ ഇതിന് താഴത്തേക്ക് വരുമ്പോഴാണ് ഈ ഒരു സെയിം സംഭവം, അതായത് ബാക്ക് ഫ്രണ്ടിൽ വരുന്ന അതേപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെയും വരുന്നത്. ആ ഒരു പാറ്റേണിലായിട്ടുള്ള ഡിസൈനിലുള്ള സംഭവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഇവിടെ എക്സ്ട്രാ ഒന്ന് ചെറിയ വെഡ്ജിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസ് സാധാരണ എല്ലാ വണ്ടികളിലും ഒഴിവാക്കുന്ന സമയത്ത് ഹ്യുണ്ടായി ഇത് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. XX എന്നിട്ടാണ് വന്നേക്കുന്നത്. ഇത് XX ഓപ്ഷണൽ കണക്റ്റഡ് എന്ന ഒരു ഓപ്ഷനാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ സെൻസേഴ്സ് ഇവിടെ തന്നെ ഉണ്ട്. റിഫ്ലക്റ്റേഴ്സ് ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ സ്കിഡ് പ്ലേറ്റ് കാണാം. ഇതൊക്കെ നമ്മുടെ SUV ആണെന്ന് തെളിയിക്കുന്ന ടൈപ്പിലുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് ആണുള്ളത്. ഇവിടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഏകദേശം 185 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ബൂട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബൂട്ട് ഏകദേശം ഒരു 390 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്.
പാർസൽ ട്രേ ഒക്കെ ഇൻബിൽറ്റ് ആയിട്ട് വന്നതാണ്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, രാത്രി കാലങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെയൊക്കെ ഹുക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡ്, ഒരൊറ്റ സൈഡിലേ ഹുക്സ് ഉള്ളൂ. ഓക്കെ, കൺവീനിയൻ്റ് ആണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. എക്സ്റ്റൻഡർ ക്യാമറ ഈ ഒരു ഏരിയയിലാണ് വന്നേക്കുന്നത്. കുഞ്ഞ് ക്യാമറയുണ്ട്. പിന്നെ ലൈറ്റിനെ പറ്റി പറയുമ്പോൾ നേരത്തെ അവിടെ കാണിച്ച അതേപോലത്തെ ഉള്ള എച്ച് ടൈപ്പാണ്, നമ്മുടെ DRL വന്ന അതേ ടൈപ്പിലുള്ള എച്ച് ആണ് ഇവിടെയും വന്നേക്കുന്നത്. അതും LED പാറ്റേൺ ആണ്. ബാക്ക് ലൈറ്റ് വന്നേക്കുന്നത് ഹാലോജൻ ആണ്, സാധാ നോർമൽ ബൾബാണ് വന്നേക്കുന്നത്. എക്സ്റ്റൻഡ് ഇന്റീരിയർ നോക്കാം. ഇന്റീരിയറിൽ നമ്മുടെ ഡോർ സൈഡിൽ തന്നെ വന്നേക്കുന്നത് ഇവിടെ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും വെക്കാം. പിന്നെ ഇവിടെ ORVMന്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ദെൻ വിൻഡോന്റെ കണക്ഷൻസ്, പിന്നെ ഹാൻഡിലൊക്കെ ക്രോം ഒന്നുമല്ല, സാധാ ബോഡി കളർ തന്നെയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കാം. കയറി ഇരിക്കുമ്പോൾ ഒരു SUV സ്റ്റാൻസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇതിലുണ്ട്, അത് മാനുവലി ആണ്. ഓക്കെ, എക്സ്റ്റൻഡ് ഇന്റീരിയറിൽ നല്ല പ്ലഷ് ഇന്റീരിയർ ആണ് വന്നിരിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല ഫീച്ചർ ലോഡർ ആണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ദെൻ ഇതിൽ റെതൽ റാപ്ഡ് ആണ് സ്റ്റിയറിംഗ്. ദെൻ 2 സ്പോക്ക് പോലെ, സോറി 3 സ്പോക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ടെലിഫോണിന്റെ കൺട്രോൾസ് ഒക്കെ ലെഫ്റ്റ് സൈഡിലുണ്ട്. റൈറ്റ് സൈഡിൽ ക്രൂയിസ് കൺട്രോളിന്റെ കൺട്രോൾസ് ഒക്കെ ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ എഞ്ചിൻ സ്റ്റാർട്ട് സ്വിച്ച് ഒക്കെ വന്നേക്കുന്നത്. പിന്നെ ഇവിടെ ട്രാക്ഷന്റെ സ്വിച്ചസ് ഒക്കെ ഇവിടെയുണ്ട്. ഇതെന്താ സംഭവം എന്നുള്ളത് മനസ്സിലായില്ല. ക്യാമറേൻ്റെ എന്തോ വ്യൂ ആണ്. ബാക്ക് ക്യാമറ, ഇത് നോക്കുമ്പോൾ ബാക്ക് ക്യാമറ നമുക്ക് പാർക്ക് അസിസ്റ്റ് പോലെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ സ്വിച്ചാണ്. തന്നെ ഇവിടെ നമ്മുടെ ഹെഡ് ലാമ്പിന്റെ കൺട്രോൾസ് ഒക്കെ അവിടെയുണ്ട്. ദെൻ ഡെഡ് പെഡൽ ഉണ്ട്, അത് നമ്മൾ ഇതിട്ടിട്ട് മാറ്റി വെച്ചേക്കുവാണ്. ഡെഡ് പെഡലുള്ളതാണ്. പിന്നെ ലെതർ റാപ്ഡ് ആണ് നമ്മുടെ ഗിയർ. പിന്നെ ഇവിടെ ഒരു ആഷ്ട്രേ പോലെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആവശ്യം എന്തിനാണോ. ഇവിടെ ഒരു ചെറിയ സാധനങ്ങൾ വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക്, സാധാ ഹാൻഡ് ബ്രേക്ക് ആണ്. പിന്നെ ബാക്കിലേക്ക് ഒരു AC വെന്റ് ഒക്കെ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് ആക്ച്വലി റിമൂവബിൾ അല്ല, അതൊരു പോരായ്മയാണ് ശരിക്കും. ഈ മിഡിൽ നല്ലൊരു TFT ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, അതിൽ മിക്കവാറും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഡോർ തുറക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്രാഫിക് ഡിസൈൻ ആയിട്ട് ഡോറിന്റെ സിമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുള്ളതൊക്കെ കാണാം. പിന്നെ ഒരു കോമ്പസ് കാണുന്നുണ്ട്, പിന്നെ സ്പീഡ് കാര്യങ്ങൾ RPM അതിൻ്റെയൊക്കെ ഉണ്ട്. ദെൻ ഇവിടെ ഒരു അത്യാവശ്യം വലിയൊരു ടച്ച് സ്ക്രീനാണ് കൊടുത്തേക്കുന്നത്, അതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോയോ ആണെങ്കിലും ആപ്പിൾ കാർപ്ലേ ആണെങ്കിലും എല്ലാ സാധനങ്ങളും അതിലുണ്ട്. പിന്നെ ബ്ലൂ ലിങ്കിന്റെ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ദെൻ ഇവിടെയാണ് നമ്മുടെ വയർലെസ് ചാർജറിന്റെ സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു 12 വോൾട്ടിന്റെ ഇവിടെ USB ചാർജർ ഉണ്ട്. 12 വോൾട്ടിന്റെ കണക്ടിവിറ്റി വന്നിട്ടില്ല, ഇതൊരു ഇൻബിൽറ്റ് സാധനമാണ്. ഇത് മറ്റേ ഡാഷ് ക്യാമിന്റെ പവർ സാധനം തോന്നുന്നുണ്ട്. ബാക്കിയെല്ലാം ഇവിടെയുണ്ട്. USB കണക്ടിവിറ്റിയും Type C ചാർജറിനും എല്ലാം ഉണ്ട്. AC-ന്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെയാണുള്ളത്. പിന്നെ വന്നേക്കുന്നത് നമ്മുടെ ഈ റിയർ വ്യൂ മിററിൻ്റെ ഇതിൽ ഇവിടെ ഒരു SOS ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് മിക്കവാറും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പം, അതായത് എമർജൻസി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ ഞെക്കുമ്പോൾ തന്നെ ഇവിടെ മാറുന്നുണ്ട്. അതായത് നമ്മുടെ എമർജൻസി സ്ക്രീനിൽ മാറുന്നുണ്ട്. അതിൽ വേണമെന്നുണ്ടെങ്കിൽ SOS ബട്ടൺ പ്രസ് ചെയ്താൽ മതി ആവശ്യമുണ്ടെങ്കിൽ. ഇത് ടോയിങ് ഒക്കെ, അതായത് എന്തെങ്കിലും നമ്മൾ വണ്ടി എവിടെ സൈഡായി കിടക്കുകയാണെങ്കിൽ ടോയിങ്ങിനുള്ളത്. പിന്നെ ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റിക്ക് ഉള്ളത് ഇവിടെ തന്നെ ഉണ്ട്. ഇതും ഓട്ടോമാറ്റിക് ആക്കാമായിരുന്നു, ഇത് മാനുവലി ആണ് അഡ്ജസ്റ്റബിൾ വെച്ചേക്കുന്നത്. ദെൻ ഇതിൻ്റെ മുകളിൽ റീഡിംഗ് ലാംപ്സ് ഒക്കെ ഇവിടെ തന്നെ വന്നേക്കുന്നത്, സാധാ LED ഒന്നല്ല. ദെൻ ഇവിടെയാണ് നമ്മുടെ ഏറ്റവും കൂടുതലുള്ള നമുക്ക് അത്യാവശ്യം എന്ന് പറയാനൊന്നും ഇല്ലാത്തൊരു സാധനം. സൺറൂഫ് എൻ്റെ അഭിപ്രായത്തിൽ വലിയ ആവശ്യമൊന്നുമില്ല, നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ വലിയ കാര്യമൊന്നുമില്ല, പൊടി അടിച്ച് കയറാന്നല്ലാണ്ട് വേറെ ഗുണമൊന്നും വരില്ല. ദെൻ ഇവിടെയൊക്കെ ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷ് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഐഡൽസ് ഒക്കെ വെക്കാനുള്ള സ്ഥലം, ഐഡൽസ് ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും. പിന്നെ ഇവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഏരിയ ഉണ്ട്. ഗ്ലൗ ബോക്സ്, അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഗ്ലൗ ബോക്സ്. ദെൻ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ, ഡ്രൈവർ സൈഡിൽ ഒരു ബോട്ടിൽ ഹോൾഡർ ഒക്കെ ഉണ്ട്. അവിടെയും ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വോയിസ് അസിസ്റ്റ് ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്, അതായത് AC ഓൺ ആക്കണമെങ്കിലോ അല്ലെങ്കിൽ കോൾ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സൺറൂഫ് ഓപ്പൺ ആക്കണമെങ്കിലോ ഈ ഒരു സ്വിച്ച് ഞെക്കിയ ശേഷം നമുക്ക് പറയാവുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓപ്പൺ സൺറൂഫ്. അത് കൊള്ളാലോ സാധനം. ഇപ്പൊ ക്ലോസ് ചെയ്യാനും ഇങ്ങനെ മതി. ക്ലോസ് ദ സൺറൂഫ്. ഇതൊക്കെ നല്ല അടിപൊളി ഫീച്ചർ കേട്ടോ. അതായത് ഒരു എൻട്രി ലെവൽ വണ്ടികളിൽ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഹ്യുണ്ടായിക്ക് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണേ. അടിപൊളി ഫീച്ചർ ആയിരുന്നു അത്. സാധാ ടിക്കറ്റ് ഹോൾഡർ, ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് മിററൊന്നുമില്ല. ലെഫ്റ്റ് സൈഡിൽ പാസഞ്ചർ സൈഡിൽ മിററൊക്കെ ഉണ്ട്.
ഇതിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ എല്ലാ വണ്ടികളും നിർബന്ധമാക്കുന്ന ഒരു സാധനമാണ് ഡാഷ് ക്യാം. അത് ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെയിലായതുകൊണ്ടാണ് ഫുള്ള് കാണാത്തത്. ഇതിൽ തന്നെ ഈ ഫ്രണ്ടിലുള്ള നമ്മുടെ ഉള്ളിൽ കാണുന്ന ഇന്റീരിയർ ആയിട്ടുള്ള ക്യാമറയുണ്ട്. പിന്നെ പുറത്തുള്ള വ്യൂ എടുക്കാനുള്ള റെക്കോർഡിംഗ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇത് ബാക്കിയുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പവർ ഓഫ് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നല്ലൊരു ഫീച്ചറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മാൻഡേറ്റ് ആയിട്ട് വേണ്ടതാണ്. നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വണ്ടികളെല്ലാം വെച്ചിട്ടുണ്ട്. അത് റിയർ സീറ്റിലേക്ക് കയറി നോക്കാം. റിയർ സീറ്റിൽ ചെരുപ്പ് അഴിച്ച് കയറാം. ചളിയൊന്നും ആക്കണ്ട. കയറി ഇരുന്ന് കഴിയുമ്പോൾ അത്യാവശ്യം ഹെഡ് റൂം ഉണ്ട്. ഇവിടെ ഒരു ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെഗ് റൂം ഞാനിപ്പോൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി ആ ഒരു കംഫർട്ടബിൾ സൈസിൽ വെച്ചിട്ടും അത്യാവശ്യം ലെഗ് റൂം എനിക്കുണ്ട്. ദെൻ ഇവിടെ ഐസോഫിക്സ് ചൈൽഡ് മൗണ്ട് ഒക്കെ വന്നിട്ടുണ്ട്. സേഫ്റ്റിനെ പറ്റി പറയുമ്പോൾ അത്യാവശ്യം മിക്കവാറും എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയൻസിലും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു ഫീച്ചറാണ്. പിന്നെ അതേപോലെ ഐസോഫിക്സ് സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു എക്സസ് ഓപ്ഷണലിലൊക്കെ വരുന്നതാണ്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് ആണെങ്കിലും പിന്നെ ഹിൽ കൺട്രോൾ അതേപോലെ ട്രാക്ഷൻ കൺട്രോൾ ഇതൊക്കെ വലിയ ഓപ്ഷൻസിലേക്ക് വരുന്നതാണ്. മീൻസ് SX ഓപ്ഷനിലേക്ക് വരുന്നത് ഉള്ളതാണ്. പിന്നെ ഹെഡ്റസ്റ്റ് റിമൂവബിൾ ആണ്. അത് അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള സാധനമാണ്. ഇതിൽ 2 പേർക്കാണ് കാണിച്ചേക്കുന്നത്. 2 പേർക്കായിരിക്കും കമ്പനി സുഖമായിട്ട് പോവാന്ന് പറയുന്നത്. പിന്നെ ബാക്കിൽ ഉള്ളവർക്ക് AC വെന്റ് ഇവിടെ ഉണ്ട്. അതിന്റെ ബ്ലോറും കാര്യങ്ങളൊക്കെ അതിന് കൺട്രോൾസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 12 വോൾട്ട് ചാർജറും ഇവിടെ ഉണ്ട്. സോ അത്യാവശ്യം വലിയ കുഴപ്പമില്ല. പിന്നെ സ്പീക്കേഴ്സ് ഏകദേശം 4 സ്പീക്കേഴ്സ് കാണുന്നുണ്ട്. ഓക്കെ, ഗുഡ്. ഇപ്പോൾ എക്സ്റ്ററിന്റെ ഏകദേശം ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ് അറിയേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ പരിചയപ്പെട്ടിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അദ്ദേഹത്തോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സുധി, എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. ഇപ്പോൾ റെയിൽവേ വർക്ക് ചെയ്യുന്നു, ചെന്നൈയിലാണ്. സോ ഇനി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവനോട് തന്നെ ചോദിക്കാം. സുധി, വെൽക്കം ടു അവർ വീഡിയോ. താങ്ക് യു. അപ്പോൾ എത്ര കാലം ഇപ്പോൾ വണ്ടി എടുത്തിട്ട്? ഞാൻ എടുത്തിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. 1 വർഷം. ഓക്കെ, 2023 ഓഗസ്റ്റ്. അപ്പോൾ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 1-2 മാസത്തിനുള്ളിൽ എടുത്തു. അപ്പോൾ അതിന്റെ എന്താ പറയുക, ഇപ്പോൾ എടുത്തതിന്റെ ഒരു കസ്റ്റമർ സാധാരണ നമ്മൾ പുതിയൊരു വണ്ടി എടുക്കുമ്പോൾ അതിന് കുറച്ച് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് പുതിയൊരു വണ്ടി എടുത്ത് അത് കുറേ വർഷം കുറച്ച് ഒരു 2 വർഷമൊക്കെ മിനിമം ഓടി അതിനെ പറ്റിയിട്ട് യൂസർ എക്സ്പീരിയൻസ് കിട്ടിയ ശേഷം എടുക്കുന്നത്. അപ്പോൾ പുതിയൊരു വണ്ടി വന്നപ്പം എന്താണ് ചാടി പിടിച്ച് എടുക്കാനുള്ള കാരണം? ഒന്ന് ഹോണ്ടയിന്റെ വിശ്വാസ്യതയാണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹോണ്ടയിന്റെ തന്നെ ഇയോൺ ആണ്. അതിന്റെ അവരുടെ ഏറ്റവും താഴ്ന്ന മോഡൽ ഇയോൺ ആണ് ഉപയോഗിച്ചത്. അപ്പം അത് ഹ്യൂണ്ടയിന്റെ ആ സേഫ്റ്റിയും ബ്രേക്കിങ്ങും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എക്സ്റ്ററിലേക്ക് ഹ്യൂണ്ടയിലെ വേറൊരു വണ്ടിയിലേക്ക് മാറാൻ തീരുമാനിച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ വെന്യൂ ഉണ്ടായിരുന്നു, ക്രെറ്റ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോഴാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇത് ലോഞ്ച് ചെയ്ത് കുറച്ച് റിവ്യൂസ് ഒക്കെ കണ്ടപ്പം ബെസ്റ്റ് ആണെന്ന് തോന്നി. അത്രയും ഫീച്ചേഴ്സ് തരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉറപ്പിക്കുകയായിരുന്നു ഇതെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ വണ്ടി എടുത്തപ്പോൾ ഓൺ റോഡ് എത്രയായിരുന്നു? എനിക്ക് ടോട്ടൽ എല്ലാം കൂടി 11.5 ലക്ഷം രൂപയാണ്. 11.5. ഓക്കെ. ഇതിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നുമില്ല. എല്ലാം അടക്കി 11.5. ഒന്നും ചെയ്യാനില്ല. എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവർ മാറ്റ് ഫ്രീ ആയിട്ട് തന്നു. എല്ലാം ഉണ്ട്. ഫീച്ചർ ലോഡഡ് ആയിട്ട് വരുന്ന. ഇതിന്റെ മുകളിൽ ഇനി ഓപ്ഷൻസ് ഉണ്ടോ? ഇനി ഓട്ടോമാറ്റിക് ഉണ്ട്. ഇതിന്റെ തൊട്ട് മേലെ ഓട്ടോമാറ്റിക് ഉണ്ട്. അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. ഇപ്പൊ 11.5 കിട്ടി. ശരി. ഓക്കെ. അപ്പൊ ഫിനാൻസ് ആയിരുന്നോ? അല്ല, ഫിനാൻസ് ആയിരുന്നു. ഒരു 4 ലക്ഷം രൂപ കയ്യിലുണ്ടായിരുന്നു. ബാക്കി ഫിനാൻസ്. ഓക്കെ സുധി, അപ്പൊ വണ്ടി എടുത്തിട്ട് ഇപ്പൊ ഏകദേശം 1 കൊല്ലം കഴിഞ്ഞല്ലോ. 1 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ എത്ര കിലോമീറ്റർ ടോട്ടൽ? 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആക്ച്വലി ഞാൻ ലോങ് ഡ്രൈവ് കുറച്ച് പോയിട്ടുണ്ട്. മൈസൂർ, ബാംഗ്ലൂര്, അതുപോലെ പാലക്കാട്, തൃശ്ശൂർ, അങ്ങനെ കുറച്ച് ലോങ് ഡ്രൈവ്സ് പോയിട്ടുണ്ട്. ഞാൻ ആകെ മന്ത്ലി 3 ദിവസം ഇവിടെ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ടാണ് ഈ കുറഞ്ഞ കിലോമീറ്റർ ഇതിൽ കാണിക്കുന്നത്. നല്ല കംഫർട്ടാണ് പോകാൻ. പിന്നെ ക്രൂയിസ് കൺട്രോൾ ഉള്ളതുകൊണ്ട് ഹൈവേസിലൊക്കെ പോകാൻ വളരെ സുഖമാണ്. നമുക്ക് ഉറക്കം വരുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോ ഈ ലോങ്ങിന് പോയപ്പം എങ്ങനെയാണ് എക്സ്പീരിയൻസ്? അതായത് ഇപ്പൊ ഒരു 400 കിലോമീറ്ററിന് മുകളിൽ ഒറ്റ സ്ട്രെച്ചിൽ ഓടിച്ചിട്ടുണ്ടാവും. ഓടിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിപ്പോ പോയി വരുന്ന സമയത്ത് നമുക്ക് ഒരു ക്ഷീണമോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇല്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. എത്ര ഓടിച്ചാലും നമുക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യില്ല, ഒരു ക്ഷീണം ഫീൽ ചെയ്യില്ല. ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഓടിച്ചിട്ട് പോകാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ലോങ്ങിന് പോകുമ്പോൾ ഫാമിലി എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? അവരുടെ വൈഫിന്റെ ആണേലോ അല്ലെങ്കിൽ അച്ഛനമ്മേന്റെ ആണേലോ? ഞങ്ങള് പാലക്കാടൊക്കെ പോയിട്ടുള്ളത് ഫാമിലി മൊത്തമായിട്ടാണ്. വൈഫിന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, വൈഫ് ഉണ്ടായിരുന്നു, കൊച്ചുണ്ടായിരുന്നു. കൊച്ചിന് സീറ്റുള്ളതുകൊണ്ട് പിന്നെ കംഫർട്ടായിട്ട് അവൻ അതിലിരുന്നോളും. ഐസോഫിക്സ് ഉള്ളതുകൊണ്ട് അതിലിരുന്നോളും. വൈഫിന് ഫ്രണ്ടിലും അങ്ങനെ 4-5 ആളൊക്കെ പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം പാലക്കാട് നിന്ന് വരുമ്പോൾ ബാക്കിൽ 4 ആളെ വെച്ച് വന്നിട്ടുണ്ട് ഞാൻ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഓവർ ആൾ കൂടുമ്പോൾ മൈലേജ് കുറച്ച് കുറയുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
ഇപ്പൊ മൈലേജിനെ പറ്റി ചോദിക്കുമ്പോഴാണ് ഇപ്പൊ മൈലേജ് എത്രയാണ് കമ്പനി അവകാശപ്പെടുന്നത്? 19-20 ആ റേഞ്ച് ആണല്ലോ. യെസ്, 19 കിലോമീറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്നത്. എനിക്ക് ലോങ് ഡ്രൈവ് പോകുമ്പം ഈ കമ്പനി പറയുന്ന മൈലേജ് കിട്ടുന്നുണ്ട് ഹൈവേസിലൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്, 13, 14, 15 ഈ ഒരു റേഞ്ചിൽ റേഞ്ചിലേ കിട്ടുന്നുള്ളൂ. സിറ്റി ഒക്കെ ആണെങ്കിൽ ഒരു സിറ്റിയിലേക്ക് പോവാണെങ്കിൽ ആ ഒരു റേഞ്ചിൽ ആവറേജ് ഇപ്പം ഇത് തന്നെ കിട്ടുള്ളൂ. സിറ്റി റേഞ്ചിലും ഇതേ കിട്ടുള്ളൂ. നമുക്കൊരു 14, 15 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഹൈവേസ് പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും 19, 20 ആ റേഞ്ചിൽ ആവറേജ് മൈലേജ് കിട്ടും. ഇതിപ്പം ഇതിനൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, CNG ഓപ്ഷൻ കൂടി ഉണ്ട്. അന്ന് CNG നോക്കിയിരുന്നു? യെസ്, ഞാൻ ഫസ്റ്റ് ബുക്ക് ചെയ്തത് CNG ആയിരുന്നു. CNGക്ക് 23, 24 കിലോമീറ്റർ മൈലേജ് ഉണ്ടായിരുന്നു. പിന്നെ അത് കിട്ടാൻ കുറച്ച് താമസിക്കും എന്നുള്ളപ്പോൾ ഞാൻ മാറിയതാണ്. പിന്നെ വേറൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, അതിന്റെ ബൂട്ട് സ്പേസ് വളരെ കുറവാണ്. അതിന് ടാങ്ക് അതിൽ വരുന്നുണ്ട്, വലിയ ടാങ്കാണ്, 30 ലിറ്ററോ. സിംഗിൾ സിലിണ്ടർ ആണ്, ഐ തിങ്ക് 45 ലിറ്ററോ മറ്റോ വരുന്നുണ്ട്. അപ്പൊ ബൂട്ട് സ്പേസ് വല്ലാണ്ട് പറയും. പുതിയ എക്സ്ട്രാ ഇറങ്ങിയപ്പോൾ ഐ തിങ്ക് അതിലൊരു ട്വിൻ സിലിണ്ടർ വരുന്നത് തോന്നുന്നുണ്ട്. അതെനിക്കറിയില്ല, ഞാൻ നോക്കിയ സമയത്ത് സിംഗിൾ സിലിണ്ടർ ആയിരുന്നു, 45 ലിറ്റർ. ഭയങ്കരമായിട്ട് ബൂട്ട് സ്പേസ് പറയും, അങ്ങനെ പ്രശ്നമുണ്ട്. അതൊരു ഡിമെറിറ്റ് ആണ്. നമ്മുടെ ഫാമിലി കാർ ആവുമ്പോൾ ഒരു ബൂട്ട് സ്പേസ് നിർബന്ധമാണ്. അക്സെപ്റ്റബിൾ അല്ല. അതിപ്പം പ്രൈസ് റേഞ്ച് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരുന്നു അന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ? അന്ന് ഞാൻ ടോപ്പ് എൻഡ് അല്ല ബുക്ക് ചെയ്തത്, CNGയിൽ തന്നെ സ്റ്റാർട്ടിങ് വരുന്ന ഒരു മോഡലാണ്. അത് ഓൾമോസ്റ്റ് 8 ലക്ഷം രൂപേന്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ വണ്ടി കിട്ടാണ്ടായപ്പം ഇത് വന്ന് പെട്ടതാണ്, പെട്ടെന്ന് കയ്യിൽ വന്ന് പെട്ടപ്പം ഇങ്ങനെ ടോപ്പ് എൻഡ് ഒന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി ക്യാഷ് കയറ്റിയിട്ട് ഇത് വാങ്ങിയതേ ഉള്ളൂ. ശരി, ഇപ്പൊ ഒരു 5000 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. അപ്പൊ സർവീസിനെ പറ്റി ചോദിക്കുന്നതിൽ അർത്ഥമില്ല, എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് സർവീസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. അത് അവർ തന്നെ വീട്ടിൽ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പൊ വീട്ടിൽ വന്ന് അവർ വന്ന് എടുത്ത് കൊണ്ടുപോയി സർവീസ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോയി. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അത് എന്ത് പ്രശ്നത്തിനാണെങ്കിലും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. വണ്ടി അവിടെ കംപ്ലൈന്റ് ആയി കിടന്നാൽ പോലും അവർ വന്ന് എടുത്തോളൂ. പിന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ട് നമുക്ക് 3 വർഷത്തേക്ക്. ഇന്ത്യയിൽ എവിടെ വണ്ടി കിടന്നാലും 2 മണിക്കൂറിനുള്ളിൽ അവരുടെ ആൾക്കാർ വന്ന് നമുക്ക് പ്രശ്നം പരിഹരിച്ചു തരും. ശരി, ഹ്യുണ്ടായിന് ഇപ്പൊ സർവീസ് പാക്കേജ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? അപ്പൊ ഈ വോക്സ്വാഗൺ സ്കോഡയൊക്കെ ചെയ്യുന്ന പോലെ 4 വർഷത്തേക്ക് ഇത്ര എമൗണ്ട് എന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാൻ വണ്ടി എടുക്കുമ്പോൾ അവർ അങ്ങനത്തെ ഒരു ഓപ്ഷൻ എനിക്ക് തന്നിട്ടില്ലായിരുന്നു. ഇല്ല. ഇനിയൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, ഇപ്പം വേറെ ആർക്കെങ്കിലും ഈ വണ്ടി സജസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്? ഞാൻ ഓൾറെഡി ഇപ്പൊ എന്നോട് ചോദിച്ചവരോടൊക്കെ ഇത് ധൈര്യത്തോടെ എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. 100% ഞാൻ ഉറപ്പ് കൊടുക്കും അവർക്ക്. ഒരു പ്രശ്നമില്ല. ഒരു നോർമൽ ഫാമിലിക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നിങ്ങൾക്കൊരു SUV ആഗ്രഹിച്ചു വരുന്നവർക്ക് പറ്റിയൊരു പ്രൈസിൽ എല്ലാ ഫീച്ചേഴ്സും തികഞ്ഞ ഒരു മൈക്രോ SUV നോക്കുകയാണെങ്കിൽ എക്സ്റ്റർ എടുക്കാം. സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിൽ അത് നോക്കുകയാണെങ്കിലും അതിലും 100% ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഈ പഞ്ചുമായിട്ടാണല്ലോ അത് കോമ്പീറ്റ് ചെയ്യുന്നത്. ശരിക്കും ഈ പഞ്ചുമായിട്ട് ഇപ്പം പഞ്ചിന്റെ നമ്മൾ കുറച്ച് റിവ്യൂസ് ഒക്കെ എടുത്തപ്പം ഇതേപോലെ തന്നെ കുറച്ചൊരു പ്രശ്നങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് കസ്റ്റമേഴ്സ്. പഞ്ചിന്റെ ഒരു റിവ്യൂ എടുക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ഇപ്പം പഞ്ച് എടുത്തിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മളിപ്പം ചോദിക്കുമ്പോൾ ചെറിയ സർവീസ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒന്നും ഇപ്പൊ ഇതിലില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇല്ല, എനിക്ക് ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. പിന്നെ ഞാൻ പഞ്ചും നോക്കിയിരുന്നു. പഞ്ചും ഇതും കമ്പയർ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇത് കുറച്ച് ബെറ്റർ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് എടുത്തത്. റേറ്റ് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ? പഞ്ചിന്റെ ടോപ്പ് എൻഡും ഇതുമായിട്ട് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ, കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ പക്ഷെ ഫീച്ചർ ഇത് കുറച്ച് കൂടുതലാണ്, അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കൂടുതലാണ്. അപ്പോൾ സുധി, ഇത്ര നേരം ഞങ്ങളുമായിട്ട് സഹകരിച്ചതിനും വണ്ടിയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും പിന്നെ സജഷൻസും കാര്യങ്ങളും എല്ലാം പറഞ്ഞതിനും വളരെയധികം നന്ദി. അപ്പം നല്ലൊരു ഹാപ്പി മോട്ടറിംഗ് നേരുന്നു. താങ്ക് യു വെരി മച്ച്.